മക്കളെ എനിക്ക് ഭയങ്കര വയറുവെച്ച പിടി. ഞാൻ വിളിക്കാൻ വരുമായിരുന്നു. ഞാൻ പ്ലേറ്റ് എടുത്തു. മാമ അതെ, ആ കണ്ണാപ്പി മോനെയും കൂട്ടുകാരനെയും കൂടെ നമുക്ക് ഊണ് കഴിക്കാൻ വിളിച്ചാലോ? അവരങ്ങ് പോയി. പോയോ? ഭാഗ്യം. എങ്കിലും വരും അവര്. വരുമെന്നോ? ഭാഗ്യം. മണിക്കുട്ട, തങ്കക്കുടം പോലത്തെ പിള്ളേരാണ്. വെറുതെ നമ്മൾ അവരെ തെറ്റിദ്ധരിച്ചു. എനിക്കും തോന്നി മാമ. തങ്കക്കുടം പൊന്നും കൂടെ ആണെന്നൊക്കെ തോന്നും. പിന്നെ മാറ്റി പറയട വരുന്നത് കേട്ടാ. നീ കൂടെ ചോറ് പോരെ. എനിക്കാണെങ്കിൽ വയറുവെച്ച. ഇന്ന് ശരിക്കും ഉണ്ണണം. ഇത് കേട്ടാ തോന്നും മാമൻ അല്ലാത്ത ദിവസങ്ങളിൽ ഉണ്ണുന്നില്ലെന്ന്. വെട്ടി വിഴുങ്ങുകയല്ലയോ മാമ? പണി ഇന്ന് ഭയങ്കര പണിയുടെ. അവൻ ഇട്ടൂട്. കറി. അയ്യോ, കറി എടുക്കാൻ പറഞ്ഞു. എടുത്തുണ്ടോ? നോക്കടി. അവന്മാരായിരിക്കും. അവന്മാരെ പറയാൻ ഞാൻ 2-3 ദിവസം പണി കളിക്കുന്നില്ല. ഓ ശരി, ഒരു പണി പോവാൻ പറ. ഇതല്ലേ വണ്ടി നന്നാക്കണ ആളെ വീട്? ഉണ്ണിപ്പിള്ളയല്ലേ ഉദ്ദേശിച്ചേ? ഉണ്ണിയാണോ സണ്ണിയാണോ? ആളകത്തുണ്ടോ? അകത്തുണ്ട്. പക്ഷെ അപ്പൂപ്പൻ കുറച്ച് ദിവസത്തേക്ക് വണ്ടി ഒന്നും നന്നാക്കണില്ല. അതൊന്നും നമുക്കറിയേണ്ട ആവശ്യമല്ല. ആളങ്ങോട്ട് വിളിക്കും. അങ്ങനെ പെട്ടെന്ന് വിളിക്കാൻ ആളങ്ങോട്ട്. ഞാൻ വിളിക്കാം. അപ്പു അവരൊന്നുമല്ല വന്നേക്കണേ. പിന്നെ ആര്? വേറെ ആൾക്കാരാണ്. വണ്ടി പണിയാനല്ലേ വന്നത്? വണ്ടി പണിയാനല്ല, അപ്പൂനെ പണിയാനാണെന്ന് തോന്നണ കേട്ടാ. എന്നെ പണിയാനാ? അത് കൊള്ളാമല്ലോ. അവര് ഭയങ്കര കലിപ്പാണ്. ആണോ? മണിക്കുട്ടൻ കുരുക്കടെ വീട്ടിൽ കയറി മാമനെ പണിയാനോ? അതൊന്ന് ചോദിച്ചിട്ടെന്ന കാര്യം. വാ മാമ വന്നേ പറയ്. ആർക്കാടാ എന്റെ മാമനെ തല്ലേണ്ടത്? താനാരാ? മണിക്കുട്ടൻ. പുലിനട വീട്ടിൽ മണിക്കുട്ടൻ. പുലിനട വീട്ടിൽ മണിക്കുട്ടൻ കുരുക്കൾ. പുലിനട വീട്ടിൽ മണിക്കുട്ടൻ കളരി കുരുക്കൾ. കളരി മാർമൊക്കെ തന്റെ വീട്ടിനകത്ത് വെച്ചാ മതി കേട്ടല്ലോ. നിങ്ങൾക്ക് വീട് മാറിപ്പോയി. ഞങ്ങൾക്ക് ഒരു വീടും മാറിയിട്ടില്ല. ഞങ്ങൾ കറക്റ്റ് അഡ്രസ് നോക്കിയാണ് ഇവിടെ വന്നത്. മാമ മാറിക്കേ. അപ്പൊ ഒരു അംഗത്തിന്റെ പുറപ്പാടാണല്ലേ? കുറെ കാലമായി എന്റെ ശരീരമൊക്കെ ഒന്ന് ഇളക്കിത്തരാം. ശരിക്കും ഇളക്കിത്തരാം. മോട്ടിച്ചു കൊണ്ടുവന്ന വണ്ടി നീ പൊളിക്കൂല്ലടാ. മോട്ടിച്ചതോ? അതേടാ, വണ്ടി പാർക്ക് ചെയ്ത് ഭക്ഷണം കഴിച്ചു വന്നവരും വണ്ടി അടിച്ചോണ്ട് വന്നിരിക്കണേ. ക്യാമറ നോക്കിയപ്പോ 2 പേര് ഇങ്ങോട്ടാ തള്ളിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഞാൻ പോലീസിൽ വിവരം അറിയിച്ചിരിക്കണേ. പോലീസ് ഇപ്പൊ ഇങ്ങോട്ട് വരും. പോലീസോ? എന്തിന് മാമോ? അപ്പൊ മുങ്ങി. അതിന്റെ മുന്നേ എന്റെ വക ഒരു പാരിതോഷികം. വണ്ടി വണ്ടി പുറകിലുണ്ട്. അത് തന്നെയാ. ഞാനൊരു കളരി കുരുക്കള. കിട്ടിയത് എനിക്ക് കിട്ടി. പ്ലീസ് പുറത്താരോട് പറയാം. നമ്മൾ 2 പേര് മാത്രം അറിഞ്ഞാൽ മതി. കേട്ടടാ? മാമ എന്താ അടവൊന്നും പ്രയോഗിക്കാത്ത? അടവ് പ്രയോഗിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അവരെന്നെ നിലത്ത് നിർത്തിയില്ലല്ലോ. മോളൊരു കാര്യം ചെയ്യും. അകത്ത് ഇച്ചിരി വെള്ളം ചൂടാക്കാം. മാമന് അടിവയറ്റിലൊക്കെ ഒന്ന് ചൂട് പിടിക്കണം. ചൂടാക്കാം. ഇവിടെ തന്നെ ഇരുന്നോണേ. അവന്റെ കയ്യിൽ നിന്നുള്ള ഇടി കിട്ടി. ഇനി പോലീസിന്റെ കയ്യിൽ നിന്ന് ഇടി കിട്ടുമോ?